കേരളത്തിൽ ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടായി എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പൊന്നാനിയിലെ നിള സംഗ്രഹാലയം മന്ത്രി നാടിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൈൻഡ് ഫ്രണ്ട്ലി മ്യൂസിയം കൂടിയായ പൊന്നാനിയിലെ നിള സംഗ്രഹാലയം മ്യൂസിയം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി P മുഹമ്മദ് റിയാസ് ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. ടൂറിസം രംഗത്ത് കേരളത്തിലുണ്ടായത് വൻ മുന്നേറ്റമാണെന്ന് മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി കണ്ടെത്തിയതോടെ 2025 2 കോടിയിലധികം സഞ്ചാരികളാണ് കേരളത്തിലെത്തിയത്. വിദേശ സഞ്ചാരികളുടെ വരവിൽ 11.33% വർധനവാണ് ഇക്കാലയളവിലുണ്ടായത്. കോവിഡ് കാലത്ത് വെന്റിലേറ്ററിലായിരുന്ന ടൂറിസം മേഖലയാണ് ചുരുങ്ങിയ കാലയളവിൽ ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. അതിനാൽ തന്നെ ലോകത്തിൽ കണ്ടിരിക്കേണ്ട സുപ്രധാന ഇടമായി കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ തിരഞ്ഞെടുത്തത് വലിയ അംഗീകാരമാണ്. ടൂറിസം രംഗത്ത് ഡെസ്റ്റിനേഷൻ, കാരവൻ, ബീച്ച്, അഡ്വഞ്ചർ, സ്ത്രീ സൗഹൃദം എന്നിങ്ങനെ വിവിധ രീതിയിൽ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു എന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. കേരള ചരിത്രം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ഭാരതപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന നിള സംഗ്രഹാലയം. ചമ്രോട്ടം പ്രൊജക്ട് ഓഫീസിന്റെ ഭാഗമായുള്ള ഇറിഗേഷൻ ഭൂമിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ആവശ്യമായി വരുന്ന ഭൂമി ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടുന്നതിൽ ഉൾപ്പെടെ നിരവധി തടസ്സങ്ങൾ നിർമ്മാണ ഘട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ടാണ് മ്യൂസിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. 17,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇൻഡോ ഡച്ച് വാസ്തു മാതൃകയിൽ ലോകോത്തര നിലവാരത്തിലാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. P ശ്രീരാമകൃഷ്ണൻ MLA ആസ്തി വികസന നിധിയിൽ നിന്നും 2.16 കോടിയും കേരള സർക്കാർ ടൂറിസം വകുപ്പ് 9.16 കോടിയും അനുവദിച്ച് KIIDCയും ULCCSും നിർമ്മിച്ച മ്യൂസിയത്തിൽ അക്വസ്റ്റിക് ഓഡിറ്റോറിയവും ആംഫി തിയേറ്ററും ഓപ്പൺ എയർ സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഉദ്യാനവൽക്കരണവും നടത്തി. ചടങ്ങിൽ P നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഒരു മ്യൂസിയത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചരിത്ര മ്യൂസിയമാവുമ്പോൾ അതിൻ്റെ പൂർണ്ണത പെട്ടെന്നുണ്ടാവുന്നതല്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം പുതിയ പുതിയ വിവരങ്ങൾ, പുതിയ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായങ്ങൾ സമന്വയിച്ചെടുത്തുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് അതെല്ലാം ചിത്രീകരിക്കൽ, ഇതെല്ലാം ഒരു മ്യൂസിയത്തിൻ്റെ ആനന്ദമായി ഇങ്ങനെ നീണ്ടുകൊണ്ടു പോകുന്നതാണ്. പക്ഷേ ഒരു ഘട്ടം വരെയുള്ള ചരിത്രം ഇവിടെ സംഗ്രഹാലയത്തിൽ ചിത്രീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമം നടത്തിയത്. അതിനുവേണ്ടി സാംസ്കാരിക മേഖലയ്ക്കകത്തുള്ള MD അടക്കമുള്ള പലരുമായി ചർച്ച നടത്തിക്കൊണ്ട് ഇതെങ്ങനെ ഇവിടെ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, സാധാരണ വ്യത്യസ്തമായൊരു മ്യൂസിയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടും ഭാവനയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ, നമുക്കറിയാം. പക്ഷേ ആ ഒരു ഭഗീരഥ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സംഗ്രഹാലയം വന്നത്. പദ്ധതിയുടെ ശിലാസ്ഥാപന അനാച്ഛാദനം P നന്ദകുമാർ MLAയും നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണനും ചേർന്ന് നിർവഹിച്ചു. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ സ്വാഗതം പറഞ്ഞു. നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. UL ഡിസൈൻ സ്ട്രാറ്റജി ലാബ് ക്യൂറേറ്റർ യാസിർ, പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദാമിനി ടീച്ചർ, വാർഡ് കൗൺസിലർ CV ഉബൈദ, ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P അരുൺ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ, മലപ്പുറം DTPC സെക്രട്ടറി P വിപിൻ ചന്ദ്ര തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. Every child is a star. Everything I am, everything I'll be, I give it to you, Lord, and do it thankfully. Every song I sing, Every praise I bring, everything I do is a gift to you.
Here we study life. thankfully, KEALP School, Ponnani, Ishwaramangalam.